ആ ചിപ്പിയിൽ സൂക്ഷിക്കപ്പെട്ട മുത്തിനെ അല്ലാഹു പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിച്ചപ്പോൾ അതിങ്ങനെ മഹാന്മാരിലൂടെ കൈമാറി വന്നു. അവസാനം അവിടുത്തെ പിതാവായ അബ്ദുള്ളയുടെ മുതുകിൽ നിന്ന് മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിന, അബ്ദുള്ളയുടെ മുതുകിൽ നിന്ന് ആമിന ബീവിയുടെ വയറ്റിലേക്ക് കൊടുക്കാൻ അല്ലാഹു ഉദ്ദേശിച്ച സമയം. എന്താണ് ആ സമയം? എപ്പോഴാണത് നടന്നത്? വദാലിക ഫീ ലൈലത്തിൽ ജുമുഅത്തി മിൻ ശഹ്രി റജബ്, പരിശുദ്ധ റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് ആമിന ബീവിയുടെ വയറ്റിലേക്ക് അബ്ദുള്ളയുടെ മുതുകിൽ നിന്ന് ആ നൂറ് അല്ലാഹു തആല നൽകുന്നത്. അന്ന് മുതൽ ആമിന ബീവിയിൽ മാറ്റങ്ങളായി, വലിയ അത്ഭുതങ്ങളായി. അമറ റിദ്വാൻ അലൈഹിസ്സലാം, സ്വർഗത്തിന്റെ മലക്കായ റിദ്വാൻ അലൈഹിസ്സലാമിനോട് പടച്ച റബ്ബ് പറയുന്നു, സ്വർഗം അലങ്കരിച്ചു വെക്കണം, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന ആള് ജനിക്കാൻ പോവുകയാണ്. സ്വർഗതരുണികൾ വതസയ്യനത്തിൽ ഹൂറു വൽ വിൽദാൻ, സ്വർഗത്തിലുള്ള തരുണികൾ അണിഞ്ഞൊരുങ്ങി നിന്നു ആ രാത്രിയെ സാഘോഷം കൊണ്ടാടാൻ. സ്വർഗത്തിലുള്ള മുത്തുമണികൾ പോലെ വിതറപ്പെട്ട മക്കൾ അണിഞ്ഞൊരുങ്ങി നിന്നു ആ ദിവസത്തെ ആഘോഷിക്കാൻ. അങ്ങനെയാണ് ആ ഗർഭകാലം തുടങ്ങുന്നത്. പിന്നെ ഓരോ മാസങ്ങളിലും ആമിന ബീവി നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടു. അതൊക്കെയാണ് മൗലിദുകളിൽ പറയുന്നത്. റജബ് മാസം കഴിഞ്ഞു, ശഅബാൻ മാസമായി. വഫീ ശഅബാന ബുശ്റത് ഫീ ശഅബാന ബിനൈലിൽ മുനാ. ശഅബാൻ മാസം ആമിന ബീവി സ്വപ്നം കാണുന്നത്, ആമിന നിന്റെ ആഗ്രഹം നടക്കാൻ പോവുകയാണ്. നിന്റെ ആഗ്രഹം ഇന്നത്തെ പോലെ അന്ന് ഒരാൾക്ക് ഗർഭമുണ്ടോന്നറിയാൻ ടെസ്റ്റുകളില്ല, അതല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളില്ല. ആമിന ബീവി സ്വപ്നം കാണുന്നു, ആവശ്യം നടക്കാൻ പോവുകയാണ്. റജബ് കഴിഞ്ഞു, ശഅബാനായി. വഖീല ലഹാ ഫീ റമളാന ലഖദ് ഹമൽതി ബിൽ മുതഹരി മിനദ് ദനസി വൽ ഖനാ. അതും കഴിഞ്ഞ് റമളാൻ മാസമായപ്പോ ആമിന ബീവി കണ്ട സ്വപ്നം, ലഖദ് ഹമൽതി, ഓ ആമിന നീ ഗർഭം ധരിച്ചിരിക്കുന്നത് സാധാരണ കുഞ്ഞിനെ അല്ല, ബിൽ മുതഹരി മിനദ് ദനസി വൽ ഖനാ, എല്ലാ അഴുക്കിൽ നിന്നും വൃത്തികേടിൽ നിന്നും രക്ഷപ്പെട്ട കുഞ്ഞിനെയാണ് സ്വപ്നം ഗർഭം ധരിച്ചിരിക്കുന്നത്. റമളാൻ കഴിഞ്ഞു, ശവ്വാൽ വന്നു.